ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഡ്രസ് കോഡിൻ്റെ കളർ തിയറി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ചില കളറുള്ള ഡ്രസ്സ് നമുക്ക് സ്യൂട്ട് ആവില്ല. ഐ വിൽ ഷോ യു എങ്ങനത്തെയാണ്. ഒരു മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാരാണെങ്കിൽ ദിസ് വീഡിയോ ഇസ് പെർഫെക്റ്റ് ഫോർ യു. കാര്യം ഞാനൊരു മീഡിയം സ്കിൻ ടോണുള്ള ആളാണ്. സോ നിങ്ങളൊരു മീഡിയം സ്കിൻ ടോണുള്ള ആളാണെങ്കിൽ ഡു വാച്ച് ദിസ് വീഡിയോ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. സോ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ബനിയൻ എന്ന് പറയുന്നത് പിസ്ത ഗ്രീൻ ആണ്. സോ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് എൻ്റെ സ്കിന്നിലേക്ക് ഭയങ്കര ഡാർക്കായിട്ടും തോന്നുന്നില്ല ആൻഡ് ഭയങ്കര ഫെയർനെസ്, അതായത് ഭയങ്കര ലൈറ്റായിട്ടും തോന്നുന്നില്ല. എൻ്റെ സ്കിൻ ടോൺ എങ്ങനെയാണോ അതേപടി നിലനിർത്തുന്ന രീതിയിലാണ് ഈ ഒരു കളറ് എൻ്റെ സ്കിന്നിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ഇത് വന്നിട്ട് എനിക്ക് ഓക്കെ ആയിട്ടുള്ളൊരു കളറാണ്. എൻ്റെ സ്കിൻ കളറ് കുറയ്ക്കുന്ന ഒരു കളറല്ല പിസ്ത ഗ്രീൻ. എൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് വാം അണ്ടർ ടോൺ ആണ്. അതായത് മീഡിയം സ്കിൻ ടോണിൽ വാം അണ്ടർ ടോൺ ഉണ്ട്, കൂൾ അണ്ടർ ടോൺ ഉണ്ട് ആൻഡ് ന്യൂട്രൽ അണ്ടർ ടോൺ ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ അണ്ടർ ടോൺ ഏതാണെന്ന് തിരിച്ചറിയുക. അത് അണ്ടർ ടോൺ ഏതാണെന്ന് തിരിച്ചറിയാൻ പിന്നെ നമുക്ക് ഈസിയാണ് കളർ മനസ്സിലാക്കാനായിട്ട്. കാര്യം ഗൂഗിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഗൂഗിളിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിന് ഏതാ ചേരുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇട്ട് നോക്കിയാൽ മാത്രം മതിയല്ലോ. സോ ഇപ്പോൾ ഈ ഒരു കളർ ഏകദേശം പിസ്ത ഗ്രീൻ ആണ്. സോ ഈ ഒരു കളർ മീഡിയം അണ്ടർ സ്കിൻ ടോണിന് വിത്ത് വാം അണ്ടർ ടോണുള്ള ആൾക്കാർക്ക് ബെസ്റ്റാണ്. സോ നമുക്ക് വേറൊരു ഡ്രസ്സ് വെയർ ചെയ്യാം. ഇത് ആക്ച്വലി എൻ്റെ ഷർട്ടല്ല, അപ്പൂൻ്റെ ഷർട്ടാണ്. ഞാൻ നിങ്ങളെ കാണിക്കേണ്ടിയിട്ട് മാത്രം, വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം വെയർ ചെയ്തതാണ്. ഈ ഒരു കളർ കണ്ടോ? ഞാൻ നേരത്തെ ജസ്റ്റ് മിനിറ്റ്, ഇതും പിസ്ത ഗ്രീൻ ആണ് ആൻഡ് ദിസ് ഓൾസോ. ഈ ഒരു കളറും പിസ്ത ഗ്രീൻ ആണ്. പക്ഷേ ഇത് രണ്ടും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ കളർ ഷെയ്ഡ് കണ്ടോ, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ഡ്രസ്സ്, അതായത് ഈ ഒരു കളറുള്ള പിസ്ത ഗ്രീൻ ഞാൻ ഇട്ടപ്പോൾ എൻ്റെ കളർ കുറച്ചൊന്ന് ഡള്ളായ പോലെയാണ്, കുറച്ചൊന്ന് കുറഞ്ഞ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഈ ഒരു കളർ ഇടുമ്പോൾ കുറച്ചുകൂടി എൻ്റെ സ്കിൻ കുറച്ചൊന്ന് ബ്രൈറ്റ് ആയ പോലെ ഉണ്ട്. ബട്ട് ഈ ഒരു കളറുള്ള ഡ്രസ്സ് ഞാൻ വേറെ അപ്പോൾ എൻ്റെ സ്കിൻ ടോൺ ഒന്ന് ഡള്ളായി. സോ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ സ്കിൻ ടോണിന് ഏതൊക്കെ കളറാണ് ചൂസ് ചെയ്യാൻ നോക്കിയിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്നും കളറൊന്നും ചൂസ് ചെയ്യാണ്ട് ഡ്രസ്സ് വെയർ ചെയ്യുന്നതും കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അതിന് യാതൊരു കുഴപ്പമില്ല. ഇവിടെ ആരും നിങ്ങളൊന്നും പറയുമൊന്നുമില്ല. ബട്ട് ചില ആൾക്കാർക്ക് ഉണ്ടാവും, ഒരു പേഴ്സണലി ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാകും, നമ്മുടെ സ്കിൻ കളർ കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ, ബ്രൈറ്റൻ ചെയ്യുന്ന രീതിയിൽ ഉണ്ടായാൽ കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോടാണ് ഞാൻ പറയുന്നത്. അതൊരിക്കലും ഒരു മോശമായിട്ടുള്ളൊരു കാര്യമില്ല. നമ്മുടെ കളർ കൂട്ടണം അല്ലെങ്കിൽ നമ്മളെ കളർ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് മോശമല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കളർ നമ്മൾ നോക്കും. സോ നമുക്ക് സ്യൂട്ട് ചെയ്യുന്ന, നമുക്ക് ആപ്റ്റായിട്ടുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിന് കളറും കൂടി നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇട്ട് നോക്കുമല്ലോ, വേറെ ഇത് നോക്കുമല്ലോ. സോ ഇത്തരത്തിലുള്ള കളേഴ്സൊക്കെ നമ്മുടെ മീഡിയം സ്കിൻ ടോണിൽ വാം അണ്ടർ ടോണിലുള്ള ആൾക്കാരുടെ കളറ് ഒന്ന് ഡൾ ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കും. സോ പിസ്ത ഗ്രീൻ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം ഇങ്ങനത്തെ രണ്ട് കളറ് വരുമ്പം നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇത് മാത്രമല്ല കേട്ടോ, പിസ്ത ഗ്രീനിൽ ഇനി ഒരുപാട് ലൈറ്റർ ഷെയ്ഡും ഡാർക്കർ ഷെയ്ഡും ഒക്കെ വരുന്നുണ്ട്. സോ അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. നിങ്ങൾ തന്നെ വെയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിലേതാ ബെറ്റർ എന്ന്. സോ നമുക്ക് ഇനി അടുത്തൊരു കളറ് ഇട്ട് നോക്കാം. ഇതാണ് എൻ്റെ തേർഡ് ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഈ ഒരു കളർ ഇടുമ്പം സാധാരണ മീഡിയം സ്കിൻ അണ്ടർ ടോണുള്ള ആൾക്കാരിൽ മീഡിയം സ്കിൻ ടോൺ വിത്ത് വാം അണ്ടർ ടോണുള്ള ആൾക്കാർക്ക് ഇത് ആക്ച്വലി ബേജ് കളറാണ്. ബേജ്, ഐവറി, ഓഫ് വൈറ്റ് ഒക്കെ കിടിലം കളറാണ്. അവർക്ക് സ്യൂട്ട് ചെയ്യുന്ന ബെസ്റ്റ് കളേഴ്സാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പർപ്പിള്, അതുപോലെ റോയൽ ബ്ലൂ, അതുപോലെ തന്നെ ഗോൾഡൻ കളറ്, റൂബി റെഡ്, ഇതൊക്കെയാണ് മീഡിയം സ്കിൻ ടോണിന് ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്നത്. അതിൽ തന്നെ സബ് കാറ്റഗറിയിൽ വരുന്നതാണ് ഐവറി, ബേജും പിന്നെ ഓഫ് വൈറ്റ് ആയിട്ടുള്ളതൊക്കെ കളേഴ്സ്. സോ ഇത് വന്നിട്ട് ഈ ഒരു ടോപ്പിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ബേജ് കളറാണ്. ബേജ് ഐവറിയൊക്കെ നമുക്ക് മീഡിയം സ്കിൻ ടോണിന് ബെസ്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്ന കളേഴ്സാണ്. സോ ഇതിടുമ്പം തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ ഒരു സ്കിൻ കോംപ്ലക്ഷൻ കുറയ്ക്കുന്നുമില്ല കൂട്ടുന്നുമില്ല, ഒരു ന്യൂട്രൽ ആയിട്ടുള്ളത് പോലെയാണ്. സോ ഇത് നമുക്ക് ഈ ഒരു ടൈപ്പ് കളറില്ലേ, അതായത് ബേജ് ഐവറി പോലുള്ള കളേഴ്സ്, അത് ചില ആൾക്കാർക്ക് ചിലപ്പം എന്ത് ചെയ്യും, ഇത് സ്യൂട്ട് ചെയ്യില്ല.
നമ്മുടെ ഒരു ഭംഗി കുറയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കളർ കുറയ്ക്കുന്ന പോലെ ചില കളേഴ്സ് ഇടുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. സോ നിങ്ങളത് വൈസായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് അതിടുമ്പം നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിടേണ്ട ആവശ്യമില്ല. ബട്ട് പേഴ്സണലി എനിക്ക് ഇത്തരത്തിലുള്ളൊരു കളർ, ഈ ഒരു ടൈപ്പ് ഓഫ് ബേജ് കളറ്, ഇത് ആക്ച്വലി ബേജ് ആണ്, ബട്ട് ക്യാമറയിൽ വരുമ്പം ഒരു ഓഫ് വൈറ്റ് പോലെയാണ് തോന്നുന്നത്. ആക്ച്വലി ഇതിൻ്റെ കളർ വന്നിട്ട് ബേജ് ആണ്. സോ ഇത് എൻ്റെ സ്കിൻ ടോൺ ഞാൻ പറഞ്ഞല്ലോ, കളർ കൂട്ടുന്നുമില്ല കുറയ്ക്കുന്നുമില്ല, ന്യൂട്രലായിട്ട് നിർത്തുകയാണ്. ആൻഡ് എൻ്റെ കളറിന് അതേപടി നിലനിർത്താനായിട്ട് ഈ ഒരു കളർ സഹായിക്കുന്നുണ്ട്. എൻ്റെ സ്കിൻ ടോൺ അതേപടി നിലനിർത്താനായിട്ട് ഈ ഒരു ബേജ് കളർ സഹായിക്കുന്നുണ്ട്. സോ ഈ ഒരു കളറും ഗോ ഫോർ ചെയ്യാൻ പറ്റുന്നതാണ് മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക്. ഇതാണ് എൻ്റെ അടുത്തൊരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി മല്ലിക കളർ എന്നൊക്കെ വേണേൽ പറയാം. കൈൻഡ് ഓഫ് പർപ്പിൾ അല്ലെങ്കിൽ മല്ലിക കളർ. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നത് മല്ലിക കളറാണെന്നാണ്. എന്താ പറയുക, നല്ലൊരു കൈൻഡ് ഓഫ് കളറാണിത്. പക്ഷെ ക്യാമറയിൽ വേറൊരു ഡിഫറെൻറ്റ് കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഇത് മല്ലിക കളറാണ്. മല്ലിക കളറിൻ്റെ ഒരു പൊടിക്ക് ലൈറ്റർ ഷെയ്ഡാണെന്ന് മാത്രമേ ഉള്ളൂ. മല്ലിക കളർ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളതല്ലേ. സോ ഇതൊരു പർപ്പിൾ കളറിൽ അല്ലെങ്കിൽ പർപ്പിൾ കളറിൻ്റെ അണ്ടറിൽ വരുന്നൊരു കളറാണിത്. നമ്മുടെ മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് ബെസ്റ്റായിട്ട് ചേരുന്ന കളറാണ് പർപ്പിൾ കളർ. പർപ്പിൾ കളറിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് വേരിയേഷൻ ഉണ്ട്. വയലറ്റോട് കൂടിയ പർപ്പിൾ കളറുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ ടൈപ്പ് മല്ലിക കളറില്ലേ ഇതോടെ കൂടി വരുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. എൻ്റെ ബ്ലൂവിൽ വരുന്ന പർപ്പിൾ കളറുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പർപ്പിൾ കളറുണ്ട്. പിന്നെ മജന്ത എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട്, അതും അടിപൊളിയാണ്. സോ ഈ കൈൻഡ് ഓഫ് കളറ് മല്ലിക കളറാണേലും പർപ്പിൾ കളറാണേലും നിങ്ങൾക്ക് കണ്ണു അടച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്ന കളറാണ്. നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് സ്യൂട്ട് ചെയ്യും. സോ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഔട്ട്ഫിറ്റോട് കൂടി ഞാൻ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇതെന്ന് പറയുന്നത് റോയൽ ബ്ലൂവിൽ പെടുന്ന ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഒരു കളറാണ്. ആക്ച്വലി ഇത് മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റോയൽ ബ്ലൂ അഥവാ റോയൽ ബ്ലൂ കിട്ടിയില്ലെങ്കിൽ സാധാ ബ്ലൂ ബെസ്റ്റായിട്ട് ചേരുന്ന കളറാണ്. അതായത് മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് അവരുടെ കോംപ്ലക്ഷൻ ഒരു പൊടിക്ക് നല്ല ലെവലിൽ കൂട്ടാനായിട്ട് സാധിക്കും. ഇതുവരെ ഞാൻ വേറെ ചെയ്ത കളേഴ്സിൽ എൻ്റെ സ്കിൻ ടോൺ കുറച്ചൊന്ന് ബ്രൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ ബ്ലൂ കളർ വേറെ ചെയ്തപ്പോഴാണ്. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നുന്നത്. പിന്നെ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇപ്പം എൻ്റെ ഓൾറെഡി ഈ ഒരു ടോപ്പിന് വന്നിട്ട് സ്ലീവ്ലെസ് ആണ്. സോ നമ്മുടെ ആക്ച്വലി ഉള്ള നിറം എന്താണോ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യിക്കുന്ന രീതിയിലാണ് ബ്ലൂ കളർ ഉണ്ടാവുക, മീഡിയം സ്കിൻ ടോൺ ആണ്. സോ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ വെയർ ചെയ്യുന്ന ഡ്രസ്സിൻ്റെ കളറ് കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കളർ കോംപ്ലക്ഷൻ ഒരു പൊടിക്കൊന്ന് നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാനിപ്പോൾ ഇത്രയും ഡ്രസ്സ് വെയർ ചെയ്തതിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നു ഈ ഒരു ബ്ലൂ കളർ വെയർ ചെയ്തപ്പോഴാണ് എൻ്റെ സ്കിൻ കളർ കുറച്ചൊന്ന് ബ്രൈറ്റ് ആയത്. സോ ബേസിക്കലി മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് ബ്ലൂ കളർ നല്ല അടിപൊളിയായിട്ട് ചേരുന്ന ഒരു കളറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൂബി റെഡ്, അതുപോലെ ഗോൾഡൻ കളറ്, പർപ്പിൾ കളറ് ആൻഡ് വേറെയും ഒരുപാട് കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് കളറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കളർ, അതായത് മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് ബ്ലാക്ക് വെയർ ചെയ്യുമ്പോൾ ബ്ലാക്ക് കളർ വെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് കൂട്ടുമില്ല കുറയ്ക്കുമില്ല, ന്യൂട്രലായിട്ട് നിർത്തുള്ളൂ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വെൻ ഐ വെയർ ബ്ലാക്ക് കളറിൽ ഡ്രസ്സ് വെയർ ചെയ്യുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നമുക്ക് ബ്രൈറ്റ് ആയ പോലെയും തോന്നില്ല, എന്നാൽ ഭയങ്കര ഡള്ളായ പോലെയും തോന്നില്ല. ഒരു ന്യൂട്രലായിട്ട് നമ്മുടെ കളർ എന്താണോ അത് അതുപോലെ കാണിക്കുന്ന ഒരു കളറായിട്ടാണ് എനിക്ക് ബ്ലാക്ക് കളർ തോന്നിയിട്ടുള്ളത്. ബട്ട് ഫെയർ ആയിട്ടുള്ള ആൾക്കാർ ബ്ലാക്ക് കളർ വെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് തോന്നിക്കും. ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ. അത് നല്ല കുറച്ച് വെളുത്ത ശരീരമുള്ള ആൾക്കാർ ബ്ലാക്ക് കളർ വെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു കളർ ഒന്നുകൂടെ കൂട്ടുന്ന രീതിയിലാണ്. അതുപോലെ വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ വെയർ ചെയ്യുമ്പം ന്യൂട്രലായിട്ട് നിർത്തും. കാര്യം അവരൊരു കളറ് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കില്ല. അതായത് മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർ വൈറ്റ് കളർ വെയർ ചെയ്യുമ്പോൾ നമ്മുടെ കളർ കുറയ്ക്കും. അതായത് നിങ്ങൾക്കൊരു മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ നമ്മൾ വൈറ്റ് കളർ വെയർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഡള്ളാക്കുന്ന രീതിയിലായിരിക്കും. അതുപോലെ തന്നെ റോസ് കളർ ഉണ്ടാവുമല്ലോ, ബേബി പിങ്ക് ഉണ്ടാവും, ബേബി പിങ്ക്, വൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ചില യെല്ലോ ഉണ്ട്. അതായത് ചില യെല്ലോ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറിൻ്റെ തന്നെ വേരിയേഷൻ വരുന്നുണ്ട്. മസ്റ്റാർഡ് യെല്ലോ ഒക്കെ മീഡിയം സ്കിൻ ടോണിന് നല്ലതാണ്. ബട്ട് ചില ബ്രൈറ്റ് യെല്ലോ കളേഴ്സ് ഉണ്ട്, അത് നമുക്ക് സ്യൂട്ട് ആവില്ല. ഈ വൈറ്റ് കളർ നമുക്ക് ചേരില്ല എന്നല്ല ഞാൻ പറയേണ്ടത്. നമുക്ക് എല്ലാ കളറും നമുക്ക് ചേരും. ഈ മീഡിയം സ്കിൻ ടോണിന് ചേരുന്നത് ചേരാകാന്നൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഈ കളറൊക്കെ നമുക്ക് വെയർ ചെയ്യാം.
ബട്ട് ചില ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കളറ് ഒന്ന് ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യണമെന്നുണ്ടാകും, കളർ കോംപ്ലക്ഷൻ ഒന്ന് കൂട്ടിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്ന അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവരിലേക്കാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ചേരുന്ന കളേഴ്സ് നോക്കി നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു പ്രശ്നം സോൾവ് ആകും. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഈ കളർ വെയർ ചെയ്യാൻ പാടില്ല, ഞാൻ ഈ വീഡിയോയിൽ ഒരിക്കലും ഞാൻ പറയുന്നില്ല നിങ്ങൾ വൈറ്റ് കളർ വെയർ ചെയ്യരുത്, നിങ്ങൾ ബ്ലാക്ക് വെയർ ചെയ്യരുത്, നിങ്ങൾ ബേബി പിങ്ക് വെയർ ചെയ്യരുത്. ഞാൻ ഈ വീഡിയോയിൽ സെക്കൻഡ് കാണിച്ച ഒരു പിസ്ത ഗ്രീൻ മാത്രമാണ് എനിക്ക് ചേരാത്തത്, ബാക്കിയൊക്കെ കളർ എനിക്ക് ചേരുന്ന രീതിയിലാണ്, അതെൻ്റെ കളർ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഈ ബേബി പിങ്കും വൈറ്റും ഒന്നും ഇടരുത് എന്നല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങൾക്ക് ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് വെയർ ചെയ്യാം, അതിനൊന്നും ഇവിടെ യാതൊരു കുഴപ്പമില്ല. ബട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേരുന്ന കളേഴ്സ് നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കളർ കോംപ്ലക്ഷൻ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വെയർ ചെയ്യണോ വെയർ ചെയ്യേണ്ടിയോ എന്നുള്ളത്. അല്ലാതെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് കളർ വെളുത്ത ആൾക്കാർക്ക്, ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് കളർ കറുത്ത ആൾക്കാർക്ക്, അങ്ങനെയൊന്നുമില്ല. എല്ലാ കളറും എല്ലാ ആൾക്കാർക്കും ചേരും. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കംഫർട്ട് അനുസരിച്ച്, നമ്മുടെ ഡിപ്പെൻഡൻസ് അനുസരിച്ചാണ് നമുക്ക് ഇഷ്ടമുള്ളത് വെയർ ചെയ്യാമെന്ന്. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഞാൻ അധികം വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കളർ ചൂസ് ചെയ്ത് നിങ്ങളുടെ ഔട്ട്ഫിറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കളർ കോംപ്ലക്ഷൻ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. നിങ്ങളുടെ അണ്ടർടോൺ ഏതാണെന്ന് അതിനെ ആദ്യം മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാം അണ്ടർടോൺ ഉണ്ട്, ന്യൂട്രൽ അണ്ടർടോൺ ഉണ്ട്, അതുപോലെ തന്നെ കൂൾ അണ്ടർടോൺ ഉണ്ട്. ഇതിൽ ഏത് അണ്ടർടോൺ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കളർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കി രേഖപ്പെടുത്തുക. ആൻഡ് നിങ്ങളുടെ വിലയേറിയ ലൈക്കും സപ്പോർട്ടും എനിക്ക് തരിക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ടോപ്പിക്സ് ഞാൻ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ഡൗൺ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.